രാഷ്ട്രപതിയുടെ പശ്ചിമബംഗാൾ സന്ദർശനത്തിലുണ്ടായ പ്രോട്ടോകോൾ ലംഘന വിവാദത്തിൽ മമത ബി.ജെ.പി പോര് അത് കടുക്കുകയാണ്. രാഷ്ട്രപതിയെ അപമാനിച്ചെന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വിമർശനത്തിന് രാഷ്ട്രപതിയെ മുൻനിർത്തി ബി.ജെ.പി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് മമത തിരിച്ചടിക്കുന്നു. സാന്താൾ സമ്മേളനത്തിന്റെ വേദി മാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് പശ്ചിമബംഗാൾ സർക്കാരിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതിനിടയിൽ നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി എത്തിയില്ല എന്നത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാർ ആരെങ്കിലും ഉണ്ടാകണമെന്ന പ്രോട്ടോകോൾ ലംഘിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ ബി.ജെ.പി ഉയർത്തുന്ന ആരോപണം. അതേസമയം രാഷ്ട്രപതിയും കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ ബി.ജെ.പിക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് മമതാ ബാനർജി രംഗത്തെത്തിയിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ പദവിയെ ബി.ജെ.പി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ് എന്നും രാഷ്ട്രപതി ഇത്തരത്തിൽ ഗോത്രവിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നും ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ തന്നെ ഇതിനെ അപലപിച്ചുകൊണ്ട്, അതായത് രാഷ്ട്രപതിക്ക് പ്രോട്ടോകോൾ ലംഘനം നേരിടേണ്ടി വന്നു എന്നത് ആരോപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് ഒരു നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി എന്തുകൊണ്ട് പ്രോട്ടോകോൾ ലംഘനം നടന്നു എന്നും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്ത് എന്നുള്ളതും വിശദീകരിക്കാനും ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് കൂടാതെ രാഷ്ട്രപതി പങ്കെടുത്ത അന്താരാഷ്ട്ര സന്താൾ വിഭാഗത്തിൻ്റെ സമ്മേളനത്തിന് വേദി മാറ്റിയത് എന്തിന് എന്ന ചോദ്യവും ആഭ്യന്തര മന്ത്രാലയം ഉന്നയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇത്തരത്തിൽ രാഷ്ട്രപതിയെ മുൻനിർത്തി ബി.ജെ.പി നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണ് ഇത് എന്ന് മമത ആരോപിക്കുമ്പോഴും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ഉൾപ്പെടെ മമതയ്ക്കെതിരെ വിമർശനം ശക്തമാവുകയാണ്. മമതയ്ക്കെതിരെ ബി.എസ്.പി അധ്യക്ഷ മായാവതി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. CPIM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടും മമതയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ക്യാമറമാൻ ജഗദീഷ് വിഷ്ണുനൊപ്പം വിഷ്ണുപ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.